ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നവരുടെ ഒരു പേടി സ്വപ്നമാണ് ഗ്രാമർ അല്ലേ? പക്ഷെ നിങ്ങൾ വിചാരിക്കും പോലെ അത്ര ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല ഗ്രാമർ. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത് സിമ്പിളാണ്. ഈ ഗ്രാമറിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനും തെറ്റില്ലാതെ സംസാരിക്കാനും പറ്റും. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗ്രാമർ പഠിച്ചെടുക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെൻറ്റൻസ് എങ്ങനെ ഫോം ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഇംഗ്ലീഷിൽ കുറേ വേർഡ്സും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും, പക്ഷേ സെൻറ്റൻസ് എങ്ങനെ ഫോം ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ടാവില്ല. മലയാളത്തിലെ പോലെ അല്ല ഇംഗ്ലീഷിൽ അതിന് കറക്റ്റായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് ഇതൊന്ന് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിരിക്കും. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. എന്താണ് സബ്ജക്റ്റ്, എന്താണ് വേർബ്, എന്താണ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്രവൃത്തി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒരു വസ്തു, ഇതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അവൻ ഓടുകയാണ്. ഇതിലേതാണ് സബ്ജക്റ്റ്? പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അതാണ് സബ്ജക്റ്റ്. അവൻ ഓടുകയാണ്, ഇതിൽ അവനാണ് സബ്ജക്റ്റ്. മീര സ്കൂളിൽ പോയി. ആരാണ് സ്കൂളിൽ പോയത്? പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? മീര. അപ്പോൾ മീരയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അവർ ക്രിക്കറ്റ് കളിക്കുകയാണ്. ഇതിൽ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? അവർ. അതാണ് സബ്ജക്റ്റ്. സെൻറ്റൻസിൽ എന്താണോ പ്രവൃത്തി, എന്താണോ ക്രിയ, അതിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിനെയാണ് വേർബ് എന്ന് പറയുന്നത്. ഓടുന്നു, ചാടുന്നു, ഉറങ്ങുന്നു, നടക്കുന്നു, കളിക്കുന്നു, ഇതിനെയൊക്കെ നമ്മൾ വേർബ് എന്നാണ് പറയുക. നെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. പ്രവൃത്തി എഫക്റ്റ് ചെയ്യുന്ന വസ്തു അല്ലെങ്കിൽ വ്യക്തി, ഇതിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ റീഡ്സ് ബുക്ക്. ഇവിടെ ഷീ സബ്ജക്റ്റ് ആണ്, പ്രവൃത്തി ചെയ്യുന്ന ആളാണ് ഷീ. റീഡ്സ് എന്താണ്? വേർബാണ്, ക്രിയയാണ് റീഡ്സ്. ഈ വേർബ് എന്തിനാണോ എഫക്റ്റ് ചെയ്യുന്നത് അതാണ് ഒബ്ജക്റ്റ്. ഇവിടെ ഒബ്ജക്റ്റായിട്ട് എന്താണ് വരുന്നത്? ബുക്ക്. ഈ വേർബ് എഫക്റ്റ് ചെയ്യുന്ന വസ്തുവിനെയാണ് നമ്മൾ, വസ്തുവിനെയോ അല്ലെ വ്യക്തിയെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഫോം ഇതാണ്: സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഐ ഡ്രിങ്ക് കോഫി. ഞാൻ കോഫി കുടിക്കാറുണ്ട്. ഇതിൽ എന്താണ് സബ്ജക്റ്റ്? ഐ ആണ് സബ്ജക്റ്റ്. ആരാണ് പ്രവൃത്തി ചെയ്യുന്നത് അതാണ് സബ്ജക്റ്റ്. ഇവിടെ ഐ ആണ്. എന്താണ് ഇവിടെ വേർബ് വരുന്നത്? ഡ്രിങ്ക്, കുടിക്കുക. ഈ വേർബ് എന്തിനാണോ എഫക്റ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ കോഫിയാണ് ഒബ്ജക്റ്റ്. ഐ ഡ്രിങ്ക് കോഫി. നെക്സ്റ്റ്, ദേ പ്ലേ ക്രിക്കറ്റ്. ഇവിടെ സബ്ജക്റ്റ് വരുന്നത് എന്താണ്? ദേ ആണ്. പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? ദേ. പ്ലേ ആണ് വേർബ്, കളിക്കുക എന്നുള്ളതാണ് വേർബ്. എന്തിനാണോ എഫക്റ്റ് ചെയ്യുന്നത്? ക്രിക്കറ്റ്. ദേ പ്ലേ ക്രിക്കറ്റ്. ഹീ ലൈക്സ് ക്യാരറ്റ്. നിങ്ങൾക്കുള്ള ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് വെച്ചിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.